ഇന്നലെ എവിടെയായിരുന്നു പോയത്? ബാങ്കിൽ, പിന്നെ കുറച്ച് പർച്ചേസിംഗ്. വേറെ അങ്ങും പോയില്ല. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്തണമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇവിടെ പേഷ്യൻസിന് ആരെയും പുറത്തേക്ക് വിടാറില്ല, പ്രത്യേകിച്ച് ഈ വാർഡിൽ നിന്ന്. രവി ഇവിടെ കൊണ്ടുവരുമ്പോ അത്രയ്ക്ക് വേസ്റ്റ് ആയിരുന്നു കണ്ടീഷൻ. രക്ഷപ്പെടുമെന്ന് കരുതിയതല്ല. ഭാഗ്യം കൊണ്ടാ ഇത്ര പെട്ടെന്ന് റീകോപ്പ് ചെയ്തത്. ഭാഗ്യം. ഏറിയാൽ ഒരാഴ്ച കൊണ്ട് റിലീസ് ചെയ്യും. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ഈ സിറ്റിയിൽ രവിയോട് ശത്രുതയുള്ളവർ ധാരാളമില്ലേ? സുധേട്ടനും പറഞ്ഞു സേഫായ മറ്റെവിടേക്കെങ്കിലും മാറുന്ന നല്ലതെന്ന്. വേണമെങ്കിൽ ഡൽഹി തന്നെ. നിന്റെ സുധേട്ടനും പറഞ്ഞു അല്ലേ, ഭാര്യയുടെ പൂർവ്വ കാമുകൻ അടുത്തുണ്ടാവുന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നുണ്ടാവില്ല. രവി, നന്ദിയുണ്ട് ഡോക്ടർ. എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ചെയ്ത സേവനത്തിന്, സഹിച്ച വിഷമത്തിന്. പക്ഷേ പകരം ഒളിച്ചോടാൻ എന്നെ നിർബന്ധിക്കരുത്. ജീവൻ ഒഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ ആരെ പേടിക്കണം? ശരി ராஜா, என்னப்பா அந்த போலீஸ்காரன் அவன் பேர் என்ன? ரவி பிரசாத். அவன் திரும்பி வந்திருக்கான். திரும்பி வந்திருக்கானா? அன்னைக்கு அவரை தீர்த்து கட்டி இருக்கணும். நீதான் தீர்த்து கட்டுற சாதாரண விஷயம்ப்பா. ஆனா அதை விட பெரிய பனிஷ்மெண்ட் தானா? அவனை பத்தி கவலைப்பட வேண்டாம். அவன் சுயநிலை இல்லாம ஆஸ்பத்திரியில் இருக்கான்னு தெரிஞ்சது, அதை சொன்னேன். தட்ஸ் ஆல். மறுபடியும் அவனால் சர்வீஸ்ல சேரவும் முடியாது, நம்ம ஒன்றும் செய்யவும் முடியாது. சரி சரி, நீ புறப்படு. லேட் ஆச்சுன்னா அப்புறம் ஃப்ளைட் மிஸ் பண்ணிடுவேன். சரிப்பா. எங்க போறாரு? டெல்லிக்கு. நம்ம ஹோட்டலோட ஃபாரின் கொலாபரேஷன் சம்பந்தமா பேச போயிட்டு இருக்கா. ஓ, Look straight. Drive. Turn left. Stop. இறங்கடா.
ഡോണ്ട് കിൽ മീ സർ പ്ലീസ്. അന്ന് മഞ്ജുവിനെ ചുട്ടുകരിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലേ? പറയണം. ഇരുന്ന ആളാ நான் இல்ல சரத்து தான். എവിടെ ശരത്? தெரியாது. എനിക്കറിയാം, അവൻ മരിച്ചിട്ടില്ല. അന്ന് റെയിൽ പാളത്തിൽ കണ്ട ശവം അവന്റെ അല്ല, അല്ലേ? പറയണം. இல்ல പിന്നെ ആരുടേതായിരുന്നു? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ. அது ரகுவல். ഏത് രഘു? சரத்தோட டிரைவர் கோவிந்தனோட மகன் ரகு. ഗോവിന്ദന്റെ മകൻ രഘു. ശരത്തിന് പകരം അവനെ കൊന്ന് റെയിൽ പാളത്തിലിട്ടു, അല്ലേ? Excuse me, sir. I have to ask you some questions. நேற்று ராத்திரி நீங்க எங்க இருந்தீங்க சார்? നേത്ത് രാത്രി, ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? അതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു ഇൻസ്പെക്ടർ? സാർ, അന്വേഷിച്ചിരുന്ന താൻ ഈ സിറ്റിയിൽ ഡ്യൂട്ടിയിൽ ഇരിക്കെ പെട്ടെന്ന് അപ്രത്യക്ഷനായ ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ശപ്പനെങ്കിലും അന്വേഷിച്ചോ? அதெல்லாம் என்கிட்ட கேட்காதீங்க. I want an answer. நேத்து நீங்க எங்க இருந்தீங்க? Come on, tell me. இல்லைன்னா உங்களை എന്ത് ചെയ്യുവടാ എന്നെ? ഞരമ്പിൽ ഡ്രഗ്സ് കുത്തി കയറ്റുമോ? ഭ്രാന്തനാക്കുമോ? അതോ പട്ടിണിക്കിട്ട് കൊല്ല ചെയ്യുമോ? What are you doing here? யாரை கேட்டுட்டு உள்ள வந்தீங்க? This is a hospital, you know? ஒரு கொலை கேஸோட இன்வெஸ்டிகேஷன் சம்பந்தமா வந்திருக்கோம். இவர்கிட்ட சில கேள்விகள் கேட்கணும். No, he is my patient. You can't question him without my permission. He is mentally weak. மேபி. ஆனா 2-3 கொலையில இவர் சம்பந்தப்பட்டிருக்காரு நாங்க சந்தேகப்படுறோம். ஏன் டாக்டர் நேற்று ராத்திரி இவர் வெளியில போல? It's impossible. இங்க ட்ரீட்மென்ட்ல இருக்கறவங்க நிறைய பேர் physically and mentally affected by drugs. This hospital is guarded by highly disciplined ex-servicemen. அவங்கள மீறி ஒரு பேஷண்ட் கூட இங்க இருந்து வெளிய போக முடியாது. இப்ப வெளிய போக வேண்டியது நீங்க. டாக்டர் ப்ளீஸ். എങ്ങനെ ഇത് പറ്റിയത്? പറയൂ. എന്താണിത്? എനിക്ക് ഊഹിക്കാം. ഇന്നലെ രാത്രി നിങ്ങൾ പുറത്തുപോയി. പിന്നെ എന്തുണ്ടായി എന്നതിന്റെ തെളിവല്ലേ നിങ്ങളുടെ കയ്യിലെ മുറിവും ഇതിൽ പുരണ്ട ചെളിയും? പറയണം. പോലീസ് അന്വേഷിച്ചു വന്ന കൊലയാളി നിങ്ങൾ തന്നെയല്ലേ? അതെ. രവി, how can you do that? പലതും സഹിച്ചവളാണ് ഞാൻ. നടുത്തെരുവിൽ ഉടുതുണി വലിച്ചു കീറി കുണ്ടുകൾ മാനഭംഗപ്പെടുത്തി എന്റെ ഇടത്തി കൺമുന്നിൽ സ്വയം വെടിവെച്ച് മരിച്ച ഏട്ടൻ. ഇനി രവിയെ കൂടി ആ ദുരന്തത്തിലേക്ക് എടുത്തു ചാടാൻ ഞാൻ അനുവദിക്കില്ല. വേണ്ട രവി. എങ്കിൽ എന്നെ ആ പഴയ സ്ഥിതിയിലാക്കി തരൂ. ലഹരിയിൽ മയങ്ങി കഴിഞ്ഞതൊന്നും ഓർക്കാനാവാതെ ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ അലഞ്ഞ എന്നെ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോ. രവി, അല്ലാതെ പറ്റില്ല. സ്വബുദ്ധിയോടെ എല്ലാം മറന്ന് ജീവിക്കാനാവില്ല. Do you know how much I suffered? How much they tortured me? അവരെ വെറുതെ വിട്ട് ഞാൻ ഇതിനകത്ത് അടങ്ങി കഴിയുമെന്ന് നീ കരുതണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കൊലയാളി ഈ മുറിയിൽ ഒളിച്ചു പാർക്കാൻ ഞാൻ അനുവദിക്കണമെന്നാണോ? വേണ്ട. അങ്ങനെ ഒരു ദുഷ്പേര് ഈ സ്ഥാപനത്തിനുണ്ടാവരുത്. നിനക്കും. സാർ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. രാധാമണി, ഇത് പാണ്ഡ്യൻ കമ്പനിയിലെ ഡ്രൈവർ ഗോവിന്ദന്റെ വീടല്ലേ? അതെ, എന്റെ അച്ഛനാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇരിക്കൂ സാർ, ഇരിക്കൂ.
ഇത് ബ്രദറാണോ? അതെ. രഘു അല്ലേ? ഇപ്പൊ എവിടെയുണ്ട്? ദുബായില്. ആരാ മോളെ? അച്ഛനെ കാണാനാ. രഘു ഇപ്പൊ എന്ത് ചെയ്യുന്നു? അച്ഛന്റെ മുതലാളിയുടെ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ ജോലിയാണ്. അച്ഛാ, ഇദ്ദേഹം എനിക്കറിയാ, ഇവിടെ പോലീസ് ഓഫീസറായിരുന്ന ആളല്ലേ? അതെ. നിങ്ങളുടെ മകൻ ഗൾഫിൽ പോയിട്ട് 1 വർഷം കഴിഞ്ഞു അല്ലേ? ഉവ്വ്. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അയാളുടെ കൈപ്പടയിൽ വല്ല കത്തുകളും? ഇല്ല. മാസം മാസം പണം വരാറുണ്ട്. ആളില്ലെങ്കിലും പണം അയക്കാമല്ലോ. സാറെന്താ അങ്ങനെ പറയുന്നത്? രഘു ഇവിടെ ഇല്ലെന്നോ? പിന്നെ രഘു എവിടെ പോയി? നിങ്ങൾ പറയണം. പാണ്ഡ്യന്റെ 2ാമത്തെ മകൻ ശരത് മരിച്ചിട്ടില്ലെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നവനാണ് ഞാൻ. ശരിയല്ലേ? അവൻ ജീവിച്ചിരിപ്പില്ലേ? എനിക്കൊന്നും അറിയില്ല. സത്യം നിങ്ങൾക്കറിയാം. പേടിയുണ്ടെങ്കിൽ പറയണ്ട. ഒരു കാര്യം ഓർത്തോളൂ, ശരത്തിന് പകരം അന്ന് ആ റെയിൽപാളത്തിൽ കണ്ട ശവം മറ്റാരുടെയാണല്ലോ. രൂപത്തിലും പ്രായത്തിലും ശരത്തിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാളുടെ. അതാരതാണ്? അത് രഘു ആയിരുന്നെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാനൊന്നും ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. സത്യം നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയൂ. പക്ഷേ രഹസ്യമായി വേണം. മകനെ കുറിച്ചൊരു സംശയം നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞാൽ പിന്നെ നിങ്ങളും മകനെ പോലെ. സാർ, എനിക്ക് എന്റെ മോൻ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ വിലാസമാണ്, ഫോൺ നമ്പരും. മറ്റാരെ അറിയിക്കരുത്. ആവശ്യം വരുമ്പോ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. വായിച്ചോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് നേരിൽ സംസാരിക്കേണ്ട കാര്യമാണ്. പുറത്ത് റോഡിലേക്ക് നോക്കൂ. എന്റെ വാൻ നിർത്തിയിട്ടുണ്ട്. TN01 E0403. പ്ലീസ് കം. ഞാൻ മഹാദേവൻ. ഈ അവസ്ഥയിലായതുകൊണ്ട് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റാഞ്ഞത് ക്ഷമിക്കണം. ഇരിക്കൂ. ഞാൻ കുവൈറ്റിലായിരുന്നു. ഒരു ചെറിയ ബിസിനസ്. അത് വളർന്നു, സമ്പാദ്യവും. ഭാര്യ മരിച്ചപ്പോ മകളെയും കൊണ്ടിങ്ങോട്ട് പോന്നു. കഴിഞ്ഞ വർഷം എന്റെ മകളും എന്നെ വിട്ടുപോയി. ഡ്രഗ്സ് ഓവർഡോസ് ആയിരുന്നു. കൊക്കൈൻ. എന്റെ മകളെ കൊന്നതാണ്. പെൺകുട്ടികളെ വലവീശി പിടിച്ച് മയക്കുമരുന്നിന് അടിമകളാക്കുന്ന ഒരു സംഘം. ഈ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഡ്രഗ് മാഫിയ റാക്കറ്റ്. അവരെ നശിപ്പിക്കുകയായിരുന്നു പിന്നീട് എന്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി രാവും പകലും ഞാൻ പണിയെടുത്തു. പണം ചെലവാക്കി. ഈ മാഫിയ സംഘത്തെ പറ്റിയുള്ള പല വിവരങ്ങളും ഞാൻ ശേഖരിച്ചു. അവരെ നേരിടാൻ ഇറങ്ങിത്തിരിച്ച എന്നെ ഈ നിലയിലാക്കി. മിസ്റ്റർ രവിപ്രസാദ് ഈ സംഘത്തോട് ഏറ്റുമുട്ടിയപ്പോൾ അനുഭവിച്ച കടുത്ത ശിക്ഷ എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തിരിച്ചു വന്ന നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയാം. എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ശരീരം തളർന്നെങ്കിലും എന്റെ ബുദ്ധി മരവിച്ചിട്ടില്ല രവിപ്രസാദ്. രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പല സോഴ്സുകളും എനിക്കുണ്ട്. ഞാൻ ഈ അവസ്ഥയിലായതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നത്. അതിന് പണം, ആയുധം, വാഹനം, എന്റെ മുഴുവൻ സമ്പാദ്യവും തരാൻ ഞാൻ തയ്യാറാണ്. എന്നെ നിങ്ങളുടെ വാടക ഗുണ്ടയാക്കാനാണോ ഉദ്ദേശം? വാടക ഗുണ്ടകളാണെങ്കിൽ വേറെ എത്ര പേരുണ്ട്? കമാൻഡോ ട്രെയിനിങ് ലഭിച്ച ഒരു പോലീസ് ഓഫീസറുടെ പ്രൊഫഷണൽ എഫിഷ്യൻസി, ആത്മാർത്ഥത, നിങ്ങൾക്ക് ഈ സംഘത്തോടുള്ള വൈരാഗ്യം, ഇതൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ സാമൂഹ്യ ദ്രോഹികൾ ആരൊക്കെയാണെന്ന്, അവർ മയക്കുമരുന്നുണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ, വിൽക്കുന്ന സ്ഥലങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്.
അവരെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ വിശ്വാസം എനിക്കുണ്ട്. കർണാടക KP സിംഗ്, ആന്ധ്ര സതീഷ് ഷെട്ടി, കേരള അബ്ദുൽ ഖാദർ എന്നിവർക്ക് പുറമെ ഈ സിൻഡിക്കേറ്റിന്റെ തലവനാണ് തമിഴ്നാട്ടിലെ RS പാണ്ഡ്യൻ. ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന പ്രത്യേക സെല്ലിന്റെ ചീഫായി നിയമിതനായ പോലീസ് ഓഫീസർ മുത്തു. പാണ്ഡ്യൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ വെച്ച് അതീവ രഹസ്യമായി ഹെറോയിൻ, LSD തുടങ്ങിയ മയക്കുമരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. ஏய் யார் நீ?